ഞാൻ വാലാട്ടി എന്ന് പറയുന്ന സിനിമയ്ക്ക് റിവ്യൂവേഴ്സിൻ്റെ മുഖം വെച്ചിട്ട് പോസ്റ്റർ ഇറക്കിയ ആളാണ്. ഞാൻ അതിനൊന്നും അഗേൻസ്റ്റ് അല്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാ സിനിമകളും ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 2 ദിവസം ക്ഷമിക്കും. ഇഷ്ടപ്പെടുന്നവരൊന്നും കണ്ടിട്ട് നിങ്ങൾ എഴുതിക്കോ, ഒരു പ്രശ്നമില്ല. ഇന്നലെ ഒരു ഫസ്റ്റ് ഡേ നമുക്ക് മെയിൻ സെന്ററുകളിലൊന്നും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഷോ നമുക്ക് തിയേറ്ററിൽ സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അപ്പം ഇങ്ങനത്തെ സിനിമകൾ വന്നാൽ മാത്രമേ ഈ ഇൻഡസ്ട്രി വളരത്തുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇറങ്ങിയ ഏറ്റവും നല്ല കണ്ടന്റ് സിനിമകൾ, അതൊക്കെ എങ്ങനെ കളക്ഷൻ വരേണ്ട സിനിമയായിരുന്നു 3 വർഷം മുമ്പാണെങ്കിൽ എത്ര വന്നിട്ടുണ്ടാവും? അല്ല, എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്തിട്ട് കാര്യമുണ്ടോ? യു ഷുഡ് ബി ഡിഫറെന്റ് അല്ലേ? ഫ്രൈഡേ ഫിലിം ഹൗസ് ലോഞ്ച് ചെയ്യുമ്പോൾ, നമ്മളത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പല ഒബ്ജക്റ്റുകൾ, ക്ലീൻ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ഒരു ഒബ്ജക്റ്റോടൊപ്പം തന്നെ ടാലൻറ്റഡ് ആയിട്ടുള്ള ന്യൂ കമേഴ്സിന്, അത് ഓൾ ഏരിയാസ് ഓഫ് സിനിമ ഇൻക്ലൂഡിങ് ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, ആക്ടിങ്, അങ്ങനെ എല്ലാ ഏരിയസ് ഓഫ് സിനിമയിൽ ന്യൂ കമേഴ്സിന് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അത്. അങ്ങനെ തുടങ്ങി 1-2 സിനിമകൾ പുതിയ ആൾക്കാരെ, പുതിയ ഡയറക്ടേഴ്സിനെ കൊണ്ടുവരുന്നു. അപ്പോൾ കൂടുതൽ പ്രതീക്ഷകൾ, കൂടുതൽ പേര് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നു. അതൊരു നോർമൽ സിറ്റുവേഷനാണ്. അത് പിന്നെ കൂടി, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് കൂടുതൽ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ നമുക്ക് നോ എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെ വരുന്നു. അതൊരു തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ആരും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിന് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. ഇനിയും ചെയ്യും. ഇനിയും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടാൽ, അല്ലെങ്കിൽ നമ്മൾ വന്ന നല്ല കഥകൾ, അല്ലെങ്കിൽ അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാരെ കണ്ടാൽ അവരെ ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കും. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിയും ചെയ്യണം എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പല പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ സിനിമകൾ ചെയ്യുമ്പോൾ. ബിക്കോസ് കോവിഡിന് ശേഷം ഒരുപാട് ഡിഫറൻസ് മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലോക സിനിമയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ഓൾ ന്യൂ കമർ ആയിട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ പുതിയൊരു ഡയറക്ടറിൻ്റെ സിനിമ ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യം. അപ്പം അങ്ങനെ ഞങ്ങൾ തുടരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ ഈ ഇരിക്കുന്നവരിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും സിനിമയിൽ എന്തെങ്കിലും ആവണം എന്ന് ആഗ്രഹമുള്ളവരാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കും. അതിനാണല്ലോ നിങ്ങൾ മീഡിയയിൽ സിനിമയെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് അറിയാനും ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും നാളെ ഇപ്പം ഈ ചോദിച്ച ചോദ്യത്തിന് എല്ലാവരും പോകുന്ന പോലെ ഞാനങ്ങ് പോയാൽ നിങ്ങളെല്ലാം ഇങ്ങോട്ട് പോകും അല്ലേ? അപ്പം അതാണ് അതിൻ്റെ ഉത്തരം. പ്രശ്നം കാണുന്നത് ഇന്നലെ പല തിയേറ്ററിൽ സിനിമയും പല ആളുകളും തിയേറ്ററിൽ പോയിട്ട് വരുന്നത് തിരിച്ചു. അപ്പോൾ അവർ പറയുന്ന ന്യായങ്ങൾ, എൻ്റെ ഒരു അറിവിൽ 22 പേര് പോയ ഒരു തിയേറ്ററാണ്. അവർ പറഞ്ഞ 35 പേര് കാണുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സിനിമകൾക്ക് ഒരു ബ്രീത്തിങ് ടൈം പോലും കൊടുക്കാറ്? അല്ല, അത് ആ ചോദ്യം ഞാൻ ഡെയിലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. കാരണം ഒരു കുഞ്ഞ് ജനിച്ചിട്ട് 5 മിനിറ്റേ ആയുള്ളൂ, കാണാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊന്ന് ചിരിക്കട്ടെ, അതൊന്ന് ചിരിച്ച് നടന്നു തുടങ്ങട്ടെ. അപ്പം അതാണ് ഞാൻ തിയേറ്ററുകാരോട് സംസാരിക്കുന്നത്. 20 സിനിമ ചെയ്ത, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രി നിൽക്കുന്ന ഞാൻ അത്യാവശ്യം ജഡ്ജ്മെൻ്റ് ഉള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്നു. ആ ജഡ്ജ്മെൻറ്റിൽ ഞാൻ പറയുന്നു ഈ സിനിമ വളരെ നല്ലൊരു സിനിമയാണ്. കാരണം ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, വർഷങ്ങളായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ മാത്രം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഞാനൊരു മോശം സിനിമ ഉണ്ടെങ്കിൽ ഞാനത് ക്യാൻ ചെയ്ത് കളയുള്ളൂ. ചിലപ്പോൾ എല്ലാ ഓഡിയൻസിനും എല്ലാ സിനിമയും ഇഷ്ടപ്പെടണമെന്ന് വിശ്വസിക്കുന്ന, ഇഷ്ടപ്പെടണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? ഇതിനെല്ലാം ഓരോ പർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ട്. ഞാൻ ആദ്യം തൊട്ട് പറയുന്നതാണ്, ഈ സിനിമ ഇതിൻ്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വിമൻ. അപ്പം അവർക്ക് എത്താനൊരു സമയം വേണം. എല്ലാം റിവ്യൂവേഴ്സ്, എനിക്ക് തോന്നുന്നില്ല ഇവിടെ എത്ര വിമൻ റിവ്യൂവേഴ്സ് ഉണ്ടെന്ന്. ഇന്നലെ ഞാൻ പറയുന്ന ഹാർഡ്കോർ സിനിമ റിവ്യൂവിങ് ഒരു ജോലിയാക്കി അല്ലെങ്കിൽ തൊഴിലായി സ്വീകരിക്കുന്ന എത്ര സ്ത്രീകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയുണ്ട്. പല ഗ്രൂപ്പുകളിലും ഉണ്ടാവും, പക്ഷേ പ്രധാനപ്പെട്ട റിവ്യൂവേഴ്സിലൊന്നും സ്ത്രീകളെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് സ്ത്രീകളുടെ റിവ്യൂസിന് റീച്ച് കുറവാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ വരുന്ന റിവ്യൂസ് ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഞങ്ങൾക്ക് കിട്ടുന്ന റിവ്യൂസ് എല്ലാം 100% പോസിറ്റീവാണ്. അപ്പം ഇത് സ്ത്രീകൾ വന്ന് കാണാനുള്ള ഒരു സമയം, അല്ലെങ്കിൽ ഒരു ക്ഷമ, അത് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അത് തിയേറ്ററുകാരെ സിനിമ ഓടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജനിച്ച് വീണതേ ഉള്ളൂ. ഒരു സിനിമ ഇറങ്ങി 2-3 ഷോ കഴിയുമ്പോൾ ഷോയുടെ ടൈം മാറ്റുകയാണ്. മൾട്ടിപ്ലക്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവർക്ക് ഇഷ്ടമുള്ള പോലെ ടൈം മാറ്റുന്നു. അതൊക്കെ മുമ്പ് ഉണ്ടായിരുന്നില്ല. നമുക്കൊരു ടൈം തന്നു കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മുടെ സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ആ ടൈമിൽ റൺ ചെയ്യാനുള്ള
ഒരു ക്ഷമ കാണിക്കുമായിരുന്നു. ഇന്ന് ദ ഓപ്ഷൻസ് ആർ പ്ലെന്റി. അത് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിൽ ഇട്ടതുപോലെ തമിഴ് സിനിമകളുടെ അല്ലെങ്കിൽ തെലുങ്ക് അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമകളുടെ ഒരു കടന്നുകയറ്റം മലയാള സിനിമയെ വളരെ വളരെ മോശമായ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു. കാരണം അത്രയും പ്രഷർ വൻകിട ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് അവർക്കുണ്ട്. ഇത് അവിടെ പ്രൈം ടൈമിൽ കളിക്കണം അല്ലെങ്കിൽ മാറ്റി കളിക്കണം. അപ്പം അവര് തിയേറ്ററുകാരും ആ പ്രഷറിന് സർക്കമെന്റ് ചെയ്തതായിട്ട് വരുന്നു. അപ്പൊ അവരത് കുറ്റം പറയുകയാണെങ്കിൽ ആരെ കുറ്റം പറയണമെന്ന് അറിയില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പ്, നമ്മുടെ ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ ആൾക്കാർ വന്ന് ഇങ്ങനത്തെ കാര്യം ചെയ്യുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് ദോഷമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും അത് തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ഇപ്പോ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിലിട്ടു, നമ്മള് തിയേറ്ററുകളിലേക്ക് പോകുമ്പോൾ തന്നെ അവർ പറയുന്നത് 5 അന്യഭാഷാ സിനിമകളുണ്ടെന്നാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാം ഇന്നലെ റിലീസ് ചെയ്ത 5 അന്യഭാഷാ സിനിമകൾ? അതിൽ മാക്സിമം പോയാൽ 2 പേര് അല്ലെങ്കിൽ 3 പേര് പറയാൻ പറ്റും. മറ്റ് 2 പടങ്ങൾ ആർക്കും അറിയത്ത് പോലുമില്ല. അപ്പൊ ഈ മലയാള സിനിമ ഈ തമിഴ് സിനിമയുടെ അല്ലെങ്കിൽ തെലുങ്ക് സിനിമയുടെ ഒരു ഡംപിങ് യാർഡായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അത് തിയേറ്ററുകാരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് വൻകിട പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ ഈ കൊടുക്കുന്ന ബാനറുകളാണ് ഈ ആരും കേൾക്കാത്ത സിനിമകൾ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പൊ അവർ പറയുന്നു ഇത് തന്നാൽ മാത്രമേ തരുള്ളൂ. അപ്പൊ അവർക്ക് ഷോ കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് പ്രഷർ വരും. ഇതെന്താ കേരളത്തിലെ ടൈമിങ്ങിനെ. അപ്പൊ അവർ പ്രഷർ ഇടുമ്പോൾ ഏത് സിനിമ എടുത്ത് മാറ്റാൻ പറ്റുക? പുതുമുഖങ്ങളുടെ സിനിമ. അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം കൽബ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യത്തെ 2 ദിവസം ഹൗസ്ഫുൾ ആവുമെന്ന് ചിന്തിക്കാൻ മാത്രം അത്ര വിവരമില്ലാത്തവരല്ല ഇവിടുത്തെ തിയേറ്റേഴ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് മാത്രം ബിൽഡ് ആവുന്ന ഒരു സിനിമയാണ്. 2 ദിവസം എടുക്കും. അപ്പൊ അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ക്ഷമ അവർ കാണിക്കണം. അതൊരു മെച്യൂരിറ്റി അല്ലേ? അതൊരു സപ്പോർട്ട് സിസ്റ്റം അല്ലേ? പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു, നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ബാനറാണ്, നല്ലൊരു സംവിധായകനാണ്. അത്രയും റിവ്യൂസ് നമ്മൾ ഇന്ന് യൂട്യൂബ് തുറന്ന് നോക്കിയാൽ അറിയാം. ദ പെർസെൻറ്റേജ് ഓഫ് റിവ്യൂസ് 10 നല്ല റിവ്യൂസിന് 1 മോശം റിവ്യൂ ആണ് കൽബിലുള്ളത്. അത് ഓബ്വിയസ്ലി അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. മിനിമം 20 എണ്ണം വരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100 എണ്ണത്തിൽ 20 എണ്ണം മോശമാവണം. ഇത് 100 എണ്ണത്തിൽ 80 എണ്ണം നല്ല റിവ്യൂ ആണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ കൽബ് കണ്ടിട്ട് മോശം എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാള് ഒരു റിവ്യൂ എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ ഈ പരിപാടി നിർത്താം. അപ്പൊ കയറി വരാനൊരു സമയം എടുക്കും. ആ സമയം തന്നില്ലെങ്കിൽ ഇത് ഇൻഡസ്ട്രി വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒരു രീതിയിൽ ഇവിടെ കണ്ടന്റ് സിനിമകൾ ഉണ്ടാവില്ല. ഒരു ന്യൂ കമറും ഇവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ആളുണ്ടാവില്ല. എല്ലാവരും ആരും ധൈര്യപ്പെട്ടില്ല. ഡെഫിനറ്റ്ലി നല്ല സിനിമയാണ്. അതില് ജയറാമുണ്ട്, മമ്മൂക്കയുണ്ട്, അത്രയും മിഥുൻ മാനുവൽ തോമസ് സിനിമ. അത് മലയാള സിനിമയാണ്. വരട്ടെ, മലയാള സിനിമയല്ലേ? ഞാൻ ഒന്നും പറയുന്നില്ല. ജനങ്ങൾ കാണണം. മലയാള സിനിമയാണ്, നല്ല സിനിമയാണ്. ഞാൻ ലോഞ്ച് ചെയ്ത സംവിധായകന്റെയാണ്, എന്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ. അതൊരു കാരണമല്ല, ഒരിക്കലുമല്ല. കൽബ് 3 സിനിമകൾ ഒരേ സമയം ഓടാനുള്ള കപ്പാസിറ്റി ഉള്ള സ്റ്റേറ്റ് ആണ് മലയാളം, അല്ലേ? എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്നലത്തെ റിവ്യൂവേഴ്സ് പോലും ആദ്യം പോയി കണ്ടിരിക്കുന്നത് കൽബാണോ മറ്റു അന്യഭാഷാ സിനിമകളാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? ഒബ്വിയസ്ലി കോടിക്കണക്കിന് രൂപയിൽ നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ്. അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റും. ആർക്ക്? തമിഴ് സിനിമയ്ക്കും തെലുങ്ക് സിനിമയ്ക്കും. കാണണ്ടെന്ന് വീണ്ടും പറയുന്നില്ല. ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സിനിമയാണ്, നമ്മുടെ ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ്. ഓക്കെ, പുതിയ ആൾക്കാർ വരട്ടെ, നല്ല സിനിമകൾ വരട്ടെ, അതിനൊരു സ്റ്റെപ്പ് എടുക്കുകയാണ് നമ്മൾ. ആ സ്റ്റെപ്പിനെ എന്തെങ്കിലും ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അത് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ നമുക്കും ഒഴുക്കിന് അനുസരിച്ച് പോവാം. എന്തിനാ ഇങ്ങനെയുള്ള സിനിമകൾ നിർമ്മിക്കുന്നത്? ഞാനും പോയി ഏറ്റവും എളുപ്പമുള്ള പണിയാ. വെയിൽ കൊള്ളണ്ട, സ്ക്രിപ്റ്റ് നോക്കണ്ട, സെല്ലിംഗ് പ്രഷേഴ്സ് ഇല്ല, നേരെ പോവുക, മലയാളത്തിലേക്ക് ഡബ് ചെയ്യുക, എടുത്തോണ്ട് വരിക, ഇടുക. റിവ്യൂ പറയുകയോ പറയാതിരിക്കുകയോ എന്തുവേണമെങ്കിലും ആയിക്കോട്ടെ, റിസ്ക് ഇല്ലല്ലോ. നമുക്ക് OTT കൊടുക്കണ്ട, സാറ്റലൈറ്റിൽ കൊടുക്കണ്ട, ഒഴുക്കിൽ. ഇവിടെ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുക, മലയാളത്തിൽ ഉണ്ടാവുക എന്താണെന്നറിയാമോ?
ഒരു 60-70 മലയാളം പടം ഇറങ്ങും, ഓൾ സ്റ്റാർ കാസ്റ്റ് ഉള്ളത്, അങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങും. ബാക്കി തമിഴ്, തെലുങ്ക്, ഹിന്ദിയും കളിച്ച് പോകാം. പഴയ പോലെ നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ള കണ്ടന്റ് ഫിലിംസ് അല്ലെങ്കിൽ നല്ല കഥകളുള്ള കൊച്ചു നല്ല സിനിമകൾ ഇല്ലാണ്ടാവും. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാന ചലഞ്ചാണ്. മുമ്പ് ഒരു സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളുടെ സിനിമകൾ അതൊക്കെ അതിനിവിടെ ഒരു നല്ല ഫാൻ ഫോളോയിങ് ഉണ്ട്, നമുക്കുണ്ടായിരുന്ന സിനിമകളാണ്. ഇന്ന് OTT ശേഷം OTT-യിൽ ഈ മലയാളത്തിൽ ഈ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ മലയാളത്തിൽ ഡബ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ബിക്കോസ് അവർ എല്ലാ ലാംഗ്വേജ് സിനിമകളും എടുക്കുന്നു. അപ്പോൾ ഇവരെന്തായാലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, മലയാളം ഡബിങ്ങിലേക്ക് OTT കൊടുക്കാൻ വേണ്ടി. എന്നാൽ പിന്നെ ഞാൻ പറയണേ, ഇവരൊക്കെ നമുക്ക് അറിയാവുന്നവരാണ്. മലയാളം എന്ന് പറയുന്ന ഈ ലാംഗ്വേജ് അവരുടെ ബിസിനസ് പ്ലാനിൽ ഇല്ലാത്ത ഒരു സാധനമാണ്. അത് അഡീഷണൽ റവന്യൂ ആണ്. വന്നു, വന്നില്ലെങ്കിൽ വന്നില്ല. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരെ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഫ്യൂച്ചർ ടൈംസിന് വേണ്ടി അതെടുത്തോണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ 80-90 തിയേറ്ററുകളിൽ ഓടിച്ച് പ്രഷർ ഇടുകയാണ്. ഒരു പുതിയ സിനിമ വന്നാൽ അത് മാറ്റി ഇത് കളിക്കാൻ വേണ്ടി പ്രഷർ ഇടുകയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ആ പ്രഷറിലാണ് തിയേറ്ററുകാർ വീഴുന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞവരുണ്ട്, അത് ഇവരാണ് കൊണ്ടുവന്നിരിക്കുന്നത്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പടങ്ങൾ നമുക്ക് തരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം? അപ്പം അതിനൊരു തീരുമാനം ഉണ്ടാവണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം മറാഠിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഈ ബോംബെയിൽ പോയിട്ട് നമുക്ക് തോന്നുന്ന പോലെ റിലീസ് ചെയ്യാൻ നോക്ക്. മറാഠി സിനിമയ്ക്ക് ക്യാപ്പ് ഉണ്ട്. ഇത്ര പെർസെൻറ്റേജ് മറാഠി സിനിമകൾ തിയേറ്ററുകളിൽ ഓടിക്കണമെന്ന് റൂളുണ്ട്. അതുകൊണ്ടാണ് മറാഠി സിനിമ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇവിടെ അങ്ങനെ ക്യാപ്പ് വയ്ക്കാൻ അസോസിയേഷൻസ് തയ്യാറാവണം. ഇത്ര പെർസെൻറ്റേജ് മലയാള സിനിമകൾ ഒരു മൾട്ടിപ്ലക്സിൽ കളിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടാക്കണം. ഇന്ന് ഓസ്ലറും നേരും അല്ലാതെ വേറെ ഏത് മലയാള സിനിമയാണ് പെർസെൻറ്റേജ് കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങളാണോ മലയാള സിനിമയാണോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും.